പനി എങ്ങനെയുണ്ട് സർ? കൊള്ളാം. കുറച്ച് വേണോ നിനക്ക്? അല്ല, വരെ വരെ സാറിനും ഇവിടുത്തെ ഡ്രൈവർ പയ്യന്റെ സ്വഭാവമാണല്ലോ. എന്നെ കുറിച്ച് എന്താ ഒരു ചർച്ച? ചർച്ച ചെയ്യാൻ പറ്റിയ മുതല്. സാർ എന്നെ കളിയാക്കിയത് കൊണ്ട് ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞതാ. ചില നേരത്ത് ഈ സാറിന് തന്റെ സ്വഭാവ സമയം കിട്ടുമ്പോഴൊക്കെ എന്നെ കളിയാക്കും. ഇവിടുത്തെ മോനാണെങ്കിലും അല്ല, ഇവിടുത്തെ ഡ്രൈവറാണെങ്കിലും ഞാൻ ഇവനെ മോനെ പോലല്ലേ കാണുന്നത്, അതുകൊണ്ടായിരിക്കും. സാറ് മോനെ പോലെ കണ്ടോ, അത് കുഴപ്പമില്ല. പക്ഷേ കൂടുതൽ അടുപ്പിക്കണ്ട. അതെന്താ? ഈ സാറിന്റെ മോനാകാനുള്ള യോഗ്യത എനിക്കില്ലെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? പറയുമ്പോ ആത്മപ്രശംസയാണെന്ന് കരുതരുത്. ആ യോഗ്യത ഇല്ലെന്ന് മാത്രമല്ല, ഈ സാറിന്റെ അടുത്ത് വരാനുള്ള യോഗ്യത പോലും ഇല്ല. തനിക്ക് പറ്റിയതേ ഇപ്പൊ ഉള്ള അച്ഛൻ തന്നെ മതി. എന്നെങ്കിലും അദ്ദേഹത്തെ എനിക്കൊന്ന് നേരിട്ട് കാണണം. എന്തിന്? മക്കളെ വളർത്തുമ്പോ, പ്രത്യേകിച്ച് ആൺമക്കളെ വളർത്തുമ്പോ കുറച്ച് അച്ചടക്കം, കുറച്ച് വിവരം, കുറച്ച് അനുസരണ, വളരെ കുറച്ച് മാന്യത, ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം ആൺമക്കളെ വളർത്താനെന്നേ തന്റെ അച്ഛനോടൊന്ന് പറയാനാ. എന്തിനാടാ തന്റെ ഇങ്ങനെ പറയിപ്പിക്കുന്നേ? സോറി അച്ഛാ, ഈ നാടകം അല്പം കൂടി മാത്രം, അതിനുശേഷം ഞാൻ ഇവിടെ പൊളിച്ചെടുക്കും. രണ്ടുപേരും കൂടി അന്താക്ഷരി കളിക്കുന്നത് പോലെ ആത്മകഥം കളിക്കുവാണെന്ന് തോന്നുന്നു. ആ മഹാമനുഷ്യൻ എവിടെയായിരുന്നാലും ഈ സമയത്ത് ഞാൻ അദ്ദേഹത്തെ സ്മരിക്കുന്നു. ആരെ? ഡ്രൈവർ പയ്യന്റെ അച്ഛനെ. സാറാ കഞ്ഞി കുടിക്ക്, നല്ല ജലദോഷമുണ്ട് സാറിന്. പിന്നെ വെറുതെ ഇയാളുടെ വില കുറഞ്ഞ വർത്താനം കേട്ട് സമയം പോയി. ഞാൻ വന്ന കാര്യം പറയാം. സാറേ, ഇത്തവണ ശബരിമല പോണ കാര്യം എങ്ങനെയാ? മകരവിളക്ക് വരുമല്ലേ, നല്ല തിരക്കായിരിക്കും. കറക്റ്റ് ഡേറ്റ് പറഞ്ഞാൽ ഓൺലൈൻ ബുക്ക് ചെയ്യാം. അതാ ഇപ്പൊ ഒരു വിഷമം. ഈ അസുഖം പിടിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെയാ പോകുന്നത്? ഞാനും വരാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഇനിയിപ്പം മണ്ഡലകാലം കഴിഞ്ഞിട്ട് ആലോചിക്കാം.